Hi friends, Assalamualaikum. Family crafting and entertainment in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനായി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബോട്ടിലിനെ നമുക്കൊന്ന് വൈറ്റ് അക്രിലിക് ഉപയോഗിച്ച് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് പക്ഷേ കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ട് കിട്ടുന്നത് ഈ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇതിന് ഞാൻ 2 കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കാർഡ്ബോർഡ് എടുത്ത് 1 സെൻറ്റിമീറ്റർ അളവിൽ മുറിച്ചെടുക്കാം. എത്ര വേണമെങ്കിലും മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത കാർഡ്ബോർഡ് പീസുകളെ അതിൻ്റെ അഗ്രഭാഗങ്ങൾ കോൺ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം. ഇനി ചെറിയ 2 പേപ്പർ സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ബോട്ടിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊരു മരത്തിൻ്റെ ആകൃതിയിൽ വരച്ചെടുക്കാം. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഒരു മരത്തിനെ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ വരച്ചെടുത്തതിന് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് കൊടുത്ത് എടുക്കാം. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം എത്തിയിട്ടുണ്ട്. ഈ ചുവന്ന മുത്തുകൾ, ഈ മുത്തുകൾ ഗ്ലൂ ഗം ഉപയോഗിച്ച് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഉപയോഗിച്ചും ഇത് ചെയ്തെടുക്കാം. ദാ കുപ്പിയുടെ പകുതി ഭാഗങ്ങൾ മുത്തുകൾ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് കളർ മുത്തുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെ വേണമെന്നില്ല. ബ്ലൂവോ റെഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി നമ്മൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ വെട്ടിവെച്ച കാർഡ്ബോർഡ് പീസുകൾ ഇതിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയും ഞാൻ ഗ്ലൂ ഗം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണങ്ങി കിട്ടും. ഇപ്പോൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ വെട്ടിയെടുത്ത പേപ്പർ സ്ട്രിപ്പുകൾ ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. റൗണ്ട് ഷേപ്പിനുള്ള ബോട്ടിലായതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. അത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ മൊഞ്ചാക്കാനായിട്ട് നമുക്ക് കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. അതിനായി ഞാനിവിടെ ഡാർക്ക് കളറുള്ള ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ആ വേരുകൾക്കിടയിൽ നമുക്ക് പുല്ലുകൾ പോലെ നമുക്ക് വരച്ചെടുക്കാം.
ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് താഴെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അതൊരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി ഈ പുല്ലുകൾ ഭംഗി കൂട്ടാൻ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആ പുല്ലുകൾക്കിടയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാം. നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ആ ബോട്ടിൽ കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ, ടേക്ക് കെയർ. പോകുന്ന വഴിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.